വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മേക്കപ്പ് ലുക്കിനെ വെച്ച് കാണിക്കാനാണ്. ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ഒരുങ്ങി പോകാറുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഞാൻ ഇതിൽ അധികം കുറേ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യണില്ല, കുറച്ച് ഐറ്റംസേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നതൊക്കെ ഓയിലി സ്കിന്നിന് മാച്ചായിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ആണ്. അടിപൊളിയാണ് കേട്ടോ. എന്നത് മുഖത്ത് നമ്മൾ കുരുവരി അങ്ങനെയൊന്നുമില്ല, നല്ലൊരു മോയ്സ്ചറൈസിങ് കൂടി കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചത് സ്മിട്ടെന്നാണ്. സ്മിട്ടെന്ന് എനിക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചപ്പോൾ ഫ്രീ കിട്ടിയതാണ്. ഇതിൻ്റെ വലിയ പാക്കൊന്നും വാങ്ങിച്ചില്ല, അതിൻ്റെ അടുത്തൊക്കെ മിനി പാക്കാണുള്ളത്. ഞാൻ ഇങ്ങനത്തൊക്കെ വാങ്ങിക്കാം, കാരണം അത് വാങ്ങിക്കാനുള്ളതൊന്നും നമ്മുടെ കയ്യിൽ അങ്ങനെ കാശൊന്നുമില്ല. അതുകൊണ്ട് ഈ ഐറ്റംസ് വെച്ചിട്ടൊക്കെ നമ്മളൊന്ന് ഒപ്പിക്കലുണ്ട്. ഞാൻ ഫസ്റ്റ് മോയ്സ്ചറൈസിങ് അപ്ലൈ ചെയ്തു. പിന്നെ സെക്കൻഡ് വന്നിട്ട് എൻവൈയുടെ പ്രൈമറും അതുപോലെ എൻവൈയുടെ ഫൗണ്ടേഷനും കൂടി മിക്സ് ചെയ്ത് തയ്ക്കണം. ഇതൊരു ടൈമിൽ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത ഫിറ്റ്മീൻ്റെ പ്രൊഡക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചത്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീണ്ടും ഫിറ്റ്മീലേക്ക് തന്നെ കിടക്കാൻ വേണ്ടിയിട്ട്. അത് നല്ലതാട്ടോ. ഫിറ്റ്മീൻ്റെ പ്രൊഡക്റ്റ് നമ്മുടെ ഷെയ്ഡിനനുസരിച്ച് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഓയിൽ സ്കിന്നിന് മാച്ച് ആവുന്ന പ്രൊഡക്റ്റും കൂടി കേട്ടോ. അത് ഞാൻ മുഖത്ത് നല്ലപോലെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഞാനങ്ങനെ ഡോട്ടും അങ്ങനെ സ്റ്റെപ്പ് ഡോട്ടൊന്നുമില്ല, കണ്ടപാടൊക്കെ ഇടും. അങ്ങനെ ഇട്ടിട്ട് ഞാൻ ചെയ്യുള്ളൂ. എനിക്കങ്ങനെ ഡോട്ട് ഇട്ടിട്ട് നേരെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാനൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ അവിടെ ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ബ്ലെൻഡർ വെച്ചിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഞാൻ അതന്നെ ഈ വേറെ ഒന്നും ഇടണില്ല. ഫൗണ്ടേഷൻ ഇതിനെ മിക്സ് ചെയ്തിട്ട് തന്നെ ഇടണുള്ളൂ. വേറെ കൺസീലർ അതൊന്നും ഇടണില്ല. ഈ ഫൗണ്ടേഷൻ തന്നെ മുഖത്തെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. നല്ലപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ എൻവൈയുടെ ഈ ഫൗണ്ടേഷൻ പ്രൈമർ നല്ല അടിപൊളിയാട്ടോ. നമ്മുടെ മുഖത്തിന് നല്ലപോലെ കവറേജ് തരും. പിന്നെ ഞാൻ യൂസ് ചെയ്ത് കോമ്പാക്ട് പൗഡർ എൻ്റെ ഇവിടെ ഇല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് കൊണ്ടൊരു പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ബ്ലെൻഡർ വെച്ചിട്ട് തന്നെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ എന്നിട്ട് അതിന് ശേഷം ഞാൻ മുകളിൽ ഐഷാഡോ ഇട്ടു. ഐഷാഡോ ഞാൻ ലിപ്സ്റ്റിക്ക് കൊണ്ടിട്ടുണ്ട്. ഞാൻ മാർസിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് പാലറ്റിന് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഞാൻ കണ്ണിൻ്റെ മുകളിൽ ഇടാറ് എപ്പോഴും. കാരണം നമ്മൾ ബാക്കിയൊക്കെ ഇടുമ്പോൾ നല്ല ഡാർക്ക് പോലെ നിൽക്കും, കണ്ണ് ആകെ നല്ലൊരു ബോറാവും. ഞാൻ കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാറ് എൻ്റെ അടുത്ത്, കാരണം മറ്റു സംഭവമൊന്നുമില്ല, കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാറ്. എൻ്റെ ഇടയിൽ എൻ്റെ ഹനി റൂമിൽ വരുന്നത്, കാരണം മോളെ എണീച്ചു വിട്ടു. അപ്പോൾ മോളെ ആട്ടാൻ വേണ്ടിയിട്ട് അവന് വിട്ടാക്കിയതാണ്. അപ്പോൾ അവൻ ഉണ്ണി ഇറങ്ങിയിട്ട് അവൻ പുറത്തേക്ക് തന്നെ വരുന്നത്. അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ കളർ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ നമ്മൾ കവളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു, അതുപോലെ മൂക്കിനും അപ്ലൈ ചെയ്ത് കൊടുത്തു. നല്ലപോലെ ബ്ലെൻഡ് ചെയ്തു. പക്ഷേ ഇത് നല്ല ഹാർഡ് ബ്ലെൻഡ് ചെയ്യാൻ അത്യാവശ്യം കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു. നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുമ്മനും മോഹനൊക്കെ വന്ന് എത്തി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മൾ കാണുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. അതൊക്കെ എൻ്റെ ഞാൻ പിരികം നല്ലപോലെ കോമ്പ് വെച്ചിട്ട് നല്ലപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. ഞാൻ ഇപ്പോൾ പിരികം ത്രെഡ് ചെയ്തിട്ട് തന്നെ ഒരു വർഷം ആവാറായി. കാരണം പ്രഗ്നൻസിയാണ് മുന്നേ ചെയ്തതാണ്, അതിന് ശേഷം ഞാൻ ചെയ്തിട്ടേ ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐബ്രോ പെൻസിലും കൊണ്ട് പിരികൊന്ന് ഷെയ്ഡ് ചെയ്തൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ കണ്ണാണ് എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു കൺമഷീൻ ഡാസ്ലറിൻ്റെ ഒരു അലിയറും കൂടി കണ്ണൊക്കെ എഴുതിയിട്ട് വന്നു. ഞാൻ രാത്രി ആയതുകൊണ്ട് എനിക്ക് കണ്ണ് എഴുതി ഞാൻ കാണിച്ചു തന്നിട്ടില്ല, അത് ഞാൻ സ്കിപ്പ് ചെയ്തു. അതിന് ശേഷം ഡാസ്ലറിൻ്റെ തന്നെ ഒരു മസ്കാരയും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇത് ഞാൻ കുറേ ആയിട്ട് ഞാൻ ഇതന്നെ യൂസ് ചെയ്യാറ് കേട്ടോ, നല്ല കമ്പനി ഡാസ്ലറിൻ്റെ. പിന്നെ അതിന് ശേഷം ഞാൻ ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തു. ലിപ് പെൻസിലാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. എൻ്റെ ലിപ്സ്റ്റിക്കൊന്നും കാണാനില്ല, കാരണം എൻ്റെ കുരുത്തം കെട്ട 2 സിസ്റ്റർമാരുണ്ട്. അവരാണെങ്കിൽ കാരണം ഇപ്പോൾ ഞാൻ പ്രസവിച്ചേണ്ട ഒരു 28 ദിവസമായിട്ടുള്ള, അപ്പോൾ അതുവരെയുള്ള എൻ്റെ ഒരു മാസത്തെ ഐറ്റംസൊക്കെ അവൻ തന്നെ എടുത്ത് കൊടുക്കാൻ വെച്ചത്. പക്ഷെ അവരത് എവിടെയും കണ്ടൻറ്റ് ലിപ്സ്റ്റിക്ക് കൊണ്ട് കളഞ്ഞു. ഇപ്പം എൻ്റെ അതിൽ അവശേഷിക്കുന്നത് മാർസിൻ്റെ ഒരു പാലറ്റും ഈ ഒരു ലിപ് പെൻസിലും ഉള്ളൂ. ബാക്കിയൊന്നും അവർക്ക് ചോദിക്കുമ്പോൾ അവർക്ക് കാണാനില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് പെൻസിലിൻ്റെ അപ്ലൈ ചെയ്ത് കൊടുത്തു. പക്ഷേ അപ്പോൾ ചുണ്ടിൽ ഇത്ര തന്നെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞു. നമുക്ക് മുടി ഒന്ന് കെട്ടാം. ഞാനിപ്പോൾ 2 ടൈപ്പാണ് കെട്ടുക. ഒന്ന് പഫ്, ഒന്ന് ഇപ്പോൾ ഈ കെട്ടണ സ്റ്റൈലാണ് കെട്ടുക. എനിക്ക് എത്ര മുടി കെട്ടാൻ അറിയാലും, പക്ഷേ എപ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ ഈ ഒരു 2 മോഡലിനെ കെട്ടാറുള്ളൂ. കാരണം എൻ്റെ മുഖത്തിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഈ ഒരു 2 സ്റ്റൈൽ മുടി കെട്ടില്ല കേട്ടോ.
ഞാനിങ്ങനെ എന്താണ് സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് ഇങ്ങനെ മുടി കുറച്ച് എടുത്തിട്ട് പിന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് പൊന്തിച്ച് കഴിഞ്ഞാൽ പഫ് പോലെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ടിപ്പ് വെച്ചിട്ട് കെട്ടിക്കൊടുത്തു. രണ്ട് മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ബാക്കിൽ ക്രാബ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഞാൻ ഹെയർ കെട്ടിയ സ്റ്റൈല്. ഞാൻ വിചാരിക്കും എൻ്റെ ഫേസ് ഇപ്പോൾ മേക്കപ്പ് ചെയ്ത കളറ് അതുപോലെ കഴുത്തൊരു കളറ് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഹോർമോൺ ചേഞ്ച് വന്ന കാരണം സംഭവിച്ചതാണ്. ഈ കഴുത്ത് മൊത്തം കറുത്ത് കരുവാണ്ടൊക്കെയായി. അതൊക്കെ ഞാൻ എന്താണ് കമ്മലും മാലയൊക്കെ ഇട്ടു. പിന്നെ ഞാൻ എന്താണ് ഈ ഒരു തട്ടാണ് ഇതിന് പെയർ ചെയ്യണത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണേ, അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.